എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. പോളിസി ഫോളി, പാകിസ്ഥാൻ നീഡ്സ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ അപ്രോച്ച് ടു ടെററിസം. പാകിസ്ഥാൻ്റെ ടെററിസത്തിനോടുള്ള അപ്രോച്ച് മാറ്റണം എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കാര്യം, പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓൺ ടെററിസം. പാകിസ്ഥാന് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് കുറേയും കൂടി എൻകറേജിങ് ആയിരുന്നു. അവർ നെയ്ബറിങ് കൺട്രി ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ എലക്റ്റഡ് ആയിട്ടുള്ള അഷ്റഫ് ഖനിയുടെ മിനിസ്ട്രിയെ മാറ്റി താലിബാൻ നിലയുറപ്പിച്ച സമയത്ത് താലിബാന് സപ്പോർട്ടായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ആക്ച്വലി ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് അവർക്കുണ്ടായത് ഈ അടുത്തൊക്കെയാണ്. കാരണം ടെററിസവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടായത് പാകിസ്ഥാന് ഈ പറയുന്ന താലിബാൻ്റെ ഒരു ബ്രദർ ഓർഗനൈസേഷൻ തന്നെ ആയിരിക്കുന്ന TTP, താരീഖ് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വരുന്നതോടുകൂടി ഈ പറയുന്ന പാകിസ്ഥാനിലെ ഈ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ കുറേ കൂടെ കൂടുതൽ വളരുകയും അതിന് ശക്തി പ്രാപിക്കുകയും അതുമൂലം പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്തു. പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൂടി. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പെഷ്വാറിലെ മോസ്ക് ഒരു പള്ളി ബ്ലാസ്റ്റ് ചെയ്യുക, അതിൽ 100 പേര് മരിക്കുകയും ചെയ്യുന്ന വളരെ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആസ് സച്ച് ഇത്രയും നാളായിട്ട് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ ഫണ്ട് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു രാജ്യമായിരുന്നു. പക്ഷേ ആ രാജ്യത്തിന് തന്നെ ഇപ്പോൾ അതിൻ്റെ ഇഫക്ട്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മോശം എഫക്ട്സ് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു രാജ്യമാണോ ടെററിസത്തിനെ ഫണ്ട് ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് എക്കണോമിക് ഗ്രോത്ത് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ പാരാമീറ്റേഴ്സ്, എക്കണോമിക് പാരാമീറ്റേഴ്സ് കുറവായിരിക്കും. അതുതന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോ എംപ്ലോയ്മെൻറ്റ്, ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഹൈ ഇൻഫ്ലേഷൻ, വളരെ മോശം സോഷ്യൽ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ലീവബിലിറ്റി ഇൻഡെക്സ് ഒക്കെ വന്നപ്പോൾ ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ്റെ ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ളൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും മോശം സ്ഥാനത്താണ് കറാച്ചിയൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ മോശം സോഷ്യൽ പാരാമീറ്റേഴ്സും എക്കണോമിക് പാരാമീറ്റേഴ്സുമാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ ഇത്രയും വർഷമായിട്ടുള്ള സസ്റ്റനൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫക്ട്സും കൊണ്ടുകൂടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ TTP മനസ്സിലായി, താലിബാൻ മനസ്സിലായി. താലിബാൻ സ്പോൺസർ ചെയ്യുന്ന അതിൻ്റെ ഒരു ബ്രദർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് താരീഖ് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഓർഗനൈസേഷൻ. അവർ ഈ പറഞ്ഞ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്തിട്ട് പാകിസ്ഥാന് തന്നെ ഇപ്പോൾ ഒരു ദോഷമായി മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക് സിനാരിയോ വളരെ മോശമാണ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എക്കോണമീൻ്റെ റിവൈവൽ ഇല്ല, അതുപോലെ തന്നെ സോഷ്യൽ പാരാമീറ്റേഴ്സ് ഇല്ല, ഗ്രോത്ത് ഇല്ല. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് തന്നെ ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് വിനയാവുന്നൊരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് പാരഡൈം ഷിഫ്റ്റ് വരുത്തണം എന്ന് പറയുന്നത്. അതായത് പോളിസി ഫോളി എന്ന് പറയുന്നത് എന്താണ്? തെറ്റായ പോളിസി. അപ്പോൾ ആ തെറ്റായ പോളിസി തിരുത്തിയിട്ട് ഒരു നല്ല പോളിസി, ടെററിസത്തിനെതിരെ ഒരു നല്ല പോളിസി, നല്ല അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക് പാരാമീറ്റേഴ്സും സോഷ്യൽ പാരാമീറ്റേഴ്സ് ശരിയാക്കാൻ പറ്റൂ എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. പാകിസ്ഥാൻസ് അപ്രോച്ച് ടു ടെററിസം ആൻഡ് വാട്ട് ഈസ് ടു ബി ഡൺ ടു ചേഞ്ച് ഇറ്റ്. അതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ബൈ, ടേക്ക് കെയർ.